ഹലോ എവരിവൺ. അപ്പൊ നമ്മുടെ പരീക്ഷ റദ്ദാക്കി. ജൂൺ 18 നടന്ന UGC നെറ്റ് എക്സാം 2 ഷിഫ്റ്റുകളായിട്ടാണ് എല്ലാ പരീക്ഷകളും നടന്നത്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ജൂൺ 19 പരീക്ഷയില്ലേ? ഒന്നുമില്ല. ജൂൺ 18 മുഴുവൻ സബ്ജക്റ്റുകളുടെയും പരീക്ഷ 2 ഷിഫ്റ്റുകളായിട്ടാണ് NTA നടത്തിയത്. പതിവിലും വിപരീതമായിട്ട് OMRലേക്ക് മാറ്റിയിട്ടാണ് പരീക്ഷ നടത്തിയത്. അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് പരീക്ഷ നിർത്തലാക്കിയത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ മുഴുവൻ അതിന്റെ സമരവും, അതിനിടയിൽ ആദ്യം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദ് ജയ്സ്വാളിന്റെ പ്രസ് മീറ്റ് വന്നു. UGC नेट की परीक्षा जो 18 जून को NTA ने कंडक्ट कराई थी, लगभग 9 लाख बच्चों ने पार्टिसिपेट किया था. 19 जून को UGC को मिनिस्ट्री ऑफ होम अफेयर के इंडियन साइबर क्राइम सेंटर कोऑर्डिनेशन सेंटर I4C से कुछ इनपुट मिले. उस इनपुट को प्राइमा फेसी देखने से मिनिस्ट्री को ये अपीयर हुआ कि देयर इज अ चांसेस दैट एग्जामिनेशन हैज बीन compromised. To taking a very prompt action and with an aim to ensure student interest, the ministry has decided to cancel the examination. Next day of examination जल्दी ही कन्वे कर दी जाएगी और इसके साथ ही मैटर को CBI को भी रिफ़र कर दिया गया है ताकि जो भी पॉसिबल अगर कोई ऐसा इन्वॉल्वमेंट है तो सभी लोगों को उनको खिलाफ कार्रवाई की जा सके. അതിനുശേഷം നമ്മുടെ ഓണറബിൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ് മീറ്റും വന്നു കഴിഞ്ഞു. അപ്പൊ ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. മന്ത്രിയുടെ പ്രസ് മീറ്റിൽ കഴിഞ്ഞതിന് ശേഷമാണ് എന്തിനാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ UGC നെറ്റ് പരീക്ഷ നിർത്തലാക്കിയത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞു. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നും വിശദമായിട്ട് മനസ്സിലാക്കാം. ഡാർക്ക് നെറ്റിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു അല്ലെങ്കിൽ അവിടെ കണ്ടെത്തി എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം. അതായത് വളരെ സുതാര്യമായി നടത്തുന്നു എന്ന് NDA അവകാശപ്പെടുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡാർക്ക് വെബിൽ കണ്ടു, അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന വാട്ടർ ബോട്ടിൽ വരെ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം, പെന്നിൽ വരെ അതുണ്ടാവണം എന്ന് പറയുന്ന പരീക്ഷാ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു വീഴ്ചയാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചിരിക്കുന്നത്. NDAയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ആണ് ഇത് എന്നുള്ളത് അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രസീവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിഫോം കമ്മിറ്റി രൂപീകരിക്കും. അതുപോലെ തന്നെ NDA വരുത്തിയിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. NDA മോഡിഫൈ ചെയ്യാനുള്ള കമ്മിറ്റി രൂപീകരിക്കും. യാതൊരുവിധ തെറ്റുകളും ഗവൺമെന്റ് അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. അപ്പൊ UGC നെറ്റിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോ പൂർണ്ണമായി മനസ്സിലായി. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡാർക്ക് വെബിൽ കണ്ടെത്തി അതൊരു ത്രെട്ടായിട്ട് കണ്ടുകൊണ്ട് നാഷണൽ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ തന്നെ നമ്മുടെ പരീക്ഷ റദ്ദാക്കി എന്നുള്ളതാണ്. ഇനി നമുക്ക് അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത പരീക്ഷ എപ്പോൾ നടത്തും എന്നുള്ളതാണ്. ഇപ്പൊ നിർത്തലാക്കിയ പരീക്ഷ വളരെ പെട്ടെന്ന് തന്നെ നടത്തും എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പിട്ടിരിക്കുന്നത്. അതായത് എത്രയും പെട്ടെന്ന് പരീക്ഷ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ NDAയുടെ മോഡിഫിക്കേഷന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. പോരായ്മകൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടും റിഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കമ്മിറ്റി രൂപീകരിക്കും. NDAയുടെ ഭാഗത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഒരു തെറ്റുകളും വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിലും NDAക്കെതിരെ യാതൊരുവിധ നടപടിയും നിലവിൽ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇനി നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അന്വേഷണം, CBI അന്വേഷണം മുന്നോട്ട് പോയി അതിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായാൽ മാത്രമേ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ക്വസ്റ്റ്യൻ ചോർത്തി കൊടുത്തത് എന്നുള്ള കാര്യങ്ങൾ, അതായത് ഇതിനുള്ളിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ
കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വരണം, എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. NDAയുടെ പ്രവർത്തനങ്ങൾ ഒരു പരീക്ഷാ ഏജൻസി, ഒരു നാഷണൽ ലെവലിലുള്ള പരീക്ഷാ ഏജൻസി എന്നുള്ള രീതിയിൽ NDAയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ശോചനീയകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ നെറ്റ് എക്സാമിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ആപ്ലിക്കേഷൻ ക്ഷണിച്ചു തുടങ്ങിയ ആ സമയത്ത് തന്നെ ആദ്യത്തെ ഒരു 4 ദിവസം സെർവർ ബിസി ആയിരിക്കും, ആർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. അപേക്ഷ അയക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത് 20 to 30 ദിവസമാണ്. 20 മുതൽ 30 ദിവസം വരെയുള്ള ഏതെങ്കിലും ഒരു ഡേറ്റിനുള്ളിൽ അപേക്ഷാ തീയതി നീളും. ആദ്യത്തെ 4-5 ദിവസം സെർവർ ബിസി ആയിരിക്കും. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ അപേക്ഷ ഒക്കെ അയക്കാൻ സാധിക്കും, പേയ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു 5-6 ദിവസം അങ്ങനെ പോവും. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പേര് ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ, പിന്നീട് സ്മോൾ, അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ തന്നെ NDAയുടെ ഭാഗത്തുണ്ടാവും. ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അപേക്ഷ അയച്ചു, ഫീസ് അടച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. 2-3 തവണ ഫീസ് അടച്ചിട്ട് അപേക്ഷ പൂർത്തിയാക്കിയവരുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ എക്സാം സെന്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4 സെന്ററുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 4 സെന്റർ നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും പരീക്ഷാ സെന്റർ ലഭിക്കുന്നത് ഇതിന് പുറമെ എവിടെയെങ്കിലും ആയിരിക്കും. തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് NDA ഏറ്റെടുത്തതിന് ശേഷം 2018 ഡിസംബർ മുതൽ NDA ഏറ്റെടുത്തതിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട പോരായ്മകൾ തന്നെയാണ്. ഇനി നമുക്ക് ഇതൊക്കെ പറയാം എന്നുള്ള രീതിയിൽ NDAയിലേക്ക് വിളിച്ചാലോ അല്ലെങ്കിൽ മെയിൽ അയച്ചാലോ യാതൊരുവിധ റെസ്പോൺസും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് ഹിന്ദിയിലായിരിക്കും, നമുക്ക് ആ കാര്യം മനസ്സിലാവില്ല. ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ കട്ട് ചെയ്യും. ഇത്തരത്തിൽ തികച്ചും ഒരു ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി തന്നെയാണ് NDA എന്ന് പറയുന്നത്. അപ്പോ NDAയിൽ മാറ്റങ്ങൾ വരുത്തും, അതിൽ റിഫോം കമ്മിറ്റി ഫോം ചെയ്യും, മോഡിഫൈ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാം. ഇനി പ്രധാനമായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് NDAക്കെതിരെയും UGCക്കെതിരെയും വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നുണ്ട്. അവരാവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അണ്ടറിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി അവർക്കുണ്ടായിരിക്കുന്ന മാനസിക പ്രയാസങ്ങൾക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കും എല്ലാം പരിഹാരം കാണേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചുകൊണ്ടുള്ള കളികൾ NDA അവസാനിപ്പിക്കേണ്ടതാണ്. ആരാണ് ഇതിന് കുറ്റക്കാർ എന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്, അത് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് കൃത്യമായിട്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കുകയും വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള സമരം തന്നെയാണ്. വിദ്യാർത്ഥികൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത്. തികച്ചും ന്യായമായ ആവശ്യമായതുകൊണ്ട് തന്നെ പൂർണ്ണമായ പിന്തുണയും ഈ സമരത്തിന് നമ്മൾ നൽകേണ്ടതുണ്ട്. അങ്ങനെ നൽകണം എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ല. നമ്മൾ പരീക്ഷ നടന്നു, അതിൽ ക്രമക്കേട് കണ്ടെത്തി, അത് റദ്ദാക്കി. എന്നാൽ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിലും ക്വസ്റ്റ്യൻ ചോർന്നിട്ടുണ്ട്, എന്നാൽ പരീക്ഷ റദ്ദാക്കിയിട്ടില്ല. ആ പരീക്ഷ റദ്ദാക്കണം, മാറ്റി നടത്തണം എന്നുള്ളതൊക്കെ തന്നെയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യമായിട്ടും ഇവിടെ വരുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗവൺമെന്റ് പരിഗണിക്കണം, അതിന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം എന്ന് തന്നെയാണ് നമുക്കെല്ലാം തന്നെ പറയാനുള്ളത്. വലിയ സങ്കടത്തോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സും അത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ആളുകൾ പരീക്ഷാ സെന്ററിലേക്ക് പോകുന്നത്, പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്നത്, അതുപോലെ തന്നെ അവിടെ ആ ഒരു അച്ചടക്കം കീപ്പ് ചെയ്ത് പരീക്ഷ എഴുതുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഒക്കെ നോക്കുകുത്തികളായിക്കൊണ്ടാണ് ഇവര് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും പറഞ്ഞിരിക്കുന്നത്.
അപ്പോ ആര് ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു, എങ്ങനെ ഇത് അവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇത് നടത്തേണ്ടതുണ്ട്. അപ്പോ നമുക്കിവിടെ പ്രധാനമായിട്ടും അറിയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. എന്താണ് നിർത്തലാക്കാനുള്ള കാരണം? അതില് ഡാർക്ക് വെബിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോർന്നു അല്ലെങ്കിൽ കണ്ടെത്തി. എൻ ഡി എയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെയാണ്. എൻ ഡി എ പരിഷ്കരിക്കാൻ വേണ്ടി കമ്മിറ്റി രൂപീകരിക്കും, തെറ്റുകൾ പഠിക്കാൻ വേണ്ടിയും കമ്മിറ്റി രൂപീകരിക്കും. യാതൊരുവിധ തെറ്റുകളും വെച്ച് പൊറപ്പിക്കില്ല. പരീക്ഷ 100% ട്രാൻസ്പെറന്റ് ആയിരിക്കണം. വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ നൽകുമ്പോഴും നീറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ടില്ല. എൻ ഡി എക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ CBI അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ നമ്മുടെ പരീക്ഷ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രിപ്പറേഷൻ നിങ്ങൾ നിർത്തരുത്, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. വരും ദിവസങ്ങളിൽ നമുക്ക് ഇക്കഴിഞ്ഞ പരീക്ഷയുടെ ഒക്കെ ചോദ്യപേപ്പർ അനലൈസ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം, ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാം. പൂർണ്ണമായിട്ടുള്ള പിന്തുണ അടുത്ത പരീക്ഷയ്ക്കായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. നിങ്ങൾക്ക് കോഴ്സുകൾ ഈ ഒരു ചെറിയ കാലയളവിലേക്ക് കോഴ്സുകളൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.